ഐഡിയസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പച്ചമാങ്ങ വെച്ചിട്ട് നല്ല 2 വെറൈറ്റി ഡ്രിങ്കാണ് കേട്ടോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ഈ ഒരു ചൂട് സമയത്തൊക്കെ തയ്യാറാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഡ്രിങ്കാണിത്. ഇപ്പോൾ പിന്നെ പച്ചമാങ്ങയുടെ ഒക്കെ സീസണില്ല, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടത്. അപ്പോൾ നമുക്ക് ഏറ്റവും തന്നെ സംഭാരം തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ചെറിയ പീസാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഈ ചെറിയൊരു കഷ്ണം പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമുളകിൻ്റെ ചെറിയൊരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു സംഭാരത്തിന്. പിന്നെ നിങ്ങൾക്ക് നല്ല എരിവിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഈ ഒരു സംഭാരം കുടിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചുവന്നുള്ളി അതല്ലെങ്കിൽ സവാള ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചുവന്നുള്ളി ഇല്ലാത്തത് കാരണമാണ് സവാള എടുക്കുന്നത്. ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, 2 അല്ലിയൊക്കെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ അരച്ചെടുക്കണത്. അരച്ചെടുത്തതിന് ശേഷം അരിച്ചിട്ടൊന്നും എടുക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം തന്നെ വേണം കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു മൺപാത്രമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു മിക്സി ജാറിൽ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതിന് ശേഷം 1/2 കപ്പ് തൈര് കൂടെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തൈര് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. തൈര് ചേർക്കുമ്പോൾ അധികം പുളിയൊന്നും ഇല്ലാത്ത തൈര് വേണം കേട്ടോ ചേർക്കാനായിട്ട്. പിന്നെ ആ ഒരു തൈര് എടുത്തിട്ടുണ്ടായിരുന്ന പാത്രത്തിൽ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല തിക്കായിട്ടല്ലേ ഇരിക്കണത്. അപ്പോൾ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാനായിട്ട് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പച്ചമാങ്ങ വെച്ചിട്ടുള്ള സംഭാരം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ പച്ചമാങ്ങ വെച്ചിട്ട് സംഭാരം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭാരമാണ് കേട്ടത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് മാങ്ങ വെച്ചിട്ടുള്ള ഡ്രിങ്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ മൂപ്പ് വരാറായിട്ടുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയോട് കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ചില മാങ്ങയ്ക്ക് തൊലിയൊക്കെ ഒരു കയ്പ്പുണ്ടാവും. അപ്പോൾ അങ്ങനെ തൊലിക്ക് കയ്പ്പുണ്ടെങ്കിൽ തൊലി മാറ്റിന് ശേഷം വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് നല്ലോണം തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അരിച്ചു കൂടെ എടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള നല്ലൊരു മാങ്ങ ഡ്രിങ്കാണ് കേട്ടത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് ഇങ്ങനെ മൂക്കാറായിട്ടുള്ള മാങ്ങല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കുടിക്കാനായിട്ട്. അപ്പോൾ ഇനി ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. തണുപ്പോട് കൂടെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു സുഖം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ 2 ഡ്രിങ്കും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് കൂടെ ഒന്ന് ചെയ്യണം. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.